അത് ഈക്വൽ ആണോ എന്ന് നോക്കുന്നത്. സോ അതിന്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഈക്വൽ സെറ്റ്സ് എന്നുള്ളത്. Two sets A and B are said to be equal if they consist of exactly the same elements and we write A is equal to B. രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എഴുതും A is equal to B എന്ന്. Otherwise the sets are said to be unequal and we write A is not equal to B. അപ്പൊ രണ്ട് സെറ്റ് എടുത്ത് അതിൽ രണ്ടിലും ഒരേ എലമെന്റ്സ് ആണ് വരുന്നതെങ്കിൽ ആ സെറ്റുകളെ നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ A is equal to, ആ ഈക്വാലിറ്റി ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് രണ്ട് ഈക്വൽ അല്ല എങ്കിൽ ഒരേ എലമെന്റ്സ് അല്ല എങ്കിൽ നമ്മൾ എഴുതും A not equal to B. Let's see the examples. First example, A is equal to 1, 2, 3, 4, B is equal to 3, 1, 4, 2. Are they equal? Look at the elements in first set A, 1, 2, 3, 4. Look at the elements in second set B, 3, 1, 4, 2. You can see that these two sets have same elements. 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 2 രണ്ട് സെറ്റിലും ഉണ്ട്, 3 രണ്ട് സെറ്റിലും ഉണ്ട്, 4 രണ്ട് സെറ്റിലും ഉണ്ട്. ഏതെങ്കിലും ഒരു എലമെന്റ് ഇല്ലെങ്കിൽ അത് ഈക്വൽ ആവില്ല, ഒരു എലമെന്റ് കൂടിയാലും അത് ഈക്വൽ ആവില്ല. അപ്പൊ ഈ രണ്ട് സെറ്റ് നോക്കിയാൽ ഒരേ എലമെന്റ്സ് തന്നെയാണ് ഈ രണ്ട് സെറ്റിലുള്ളത്. സോ നമുക്ക് എഴുതാം A is equal to B എന്ന്. എയും ബിയും ഈക്വൽ സെറ്റ്സ് ആണ്. A and B are equal sets, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതിയാലും മതി, A is equal to B എന്ന്. അടുത്തൊരു എക്സാമ്പിൾ കാണാം. A is set of prime numbers less than 6. B is set of prime factors of 30. സോ രണ്ട് സെറ്റുകൾ ഈക്വൽ സെറ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഫസ്റ്റ് യു റൈറ്റ് ഗിവൺ സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. സോ എയിന് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ what you get set of prime numbers less than 6. 6നേക്കാളും ചെറുതായ പ്രൈം നമ്പേഴ്സ്, 6ന്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5. ഇത് മൂന്നുമാണ് 6ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ബി എന്ന സെറ്റിന് റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ വി ഹാവ് സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30. 30യുടെ പ്രൈം ഫാക്ടേഴ്സ്. സോ 30നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 15 കിട്ടും. 15നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ്, പ്രൈം നമ്പറായി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 5 കിട്ടും. സോ ബിയിലെ എലമെന്റ്സ് എന്ത് തന്നെയാണ് വരിക? 2ഉം 3ഉം 5. രണ്ട് സെറ്റിലെ എലമെന്റ്സും സെയിം ആണ്. സോ വി ക്യാൻ സേ A is equal to B. A and B are equal sets. Exercise 1.2 question number 4. In the following state whether A is equal to B or not. എയും ബിയും ഈക്വൽ സെറ്റുകൾ ആണോ അല്ലയോ എന്ന് നോക്കണം. സോ ഈക്വൽ സെറ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആ രണ്ട് സെറ്റിലും ഒരേ എലമെന്റ്സ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഒരേ എണ്ണമല്ല, ഒരേ എലമെന്റ്സ് ആണോ ഉള്ളത്. അതിലെ എലമെന്റ്സും സെയിം ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ എലമെന്റ്സ് നോക്കുക. A, B, C, D. സെക്കൻഡ് സെറ്റിൽ ബിയിലെ എലമെന്റ്സ് D, C, B, A. A രണ്ടിലും ഉണ്ട്, B രണ്ടിലും ഉണ്ട്, C രണ്ടിലും ഉണ്ട്, D രണ്ടിലും ഉണ്ട്. എല്ലാ എലമെന്റ്സും, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സിന് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് A is equal to B. ഓക്കെ, അടുത്ത എക്സാമ്പിളിലേക്ക്, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. A is 4, 8, 12, 16. B is 8, 4, 16, 18. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം 12 എന്ന എലമെന്റ് എയിലുണ്ട്, പക്ഷെ 12 ബിയിലില്ല. 18 എന്ന എലമെന്റ് ബിയിലുണ്ട്, പക്ഷെ അത് എയിലില്ല. സോ ഈ രണ്ട് സെറ്റും ഈക്വൽ ആണോ? അല്ല, ഈ രണ്ട് സെറ്റും ഈക്വൽ അല്ല. A is not equal to B. അടുത്ത രണ്ട് സെറ്റുകൾ A 2, 4, 6, 8, 10. B is equal to B. സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. X such that X is positive even integer and X is less than or equal to 10. So A എന്ന സെറ്റ് ഓൾറെഡി റോസ്റ്റർ ഫോമിലാണ് തന്നത്. B റോസ്റ്റർ ഫോമിൽ അല്ല തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ടു റൈറ്റ് ദ ഗിവൺ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. സോ ബിനെ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കാം. എന്നിട്ട് ചെക്ക് ചെയ്യുക എയിലും ബിയിലും ഒരേ എലമെന്റ്സ് ആണോ ഉള്ളതെന്ന്. ഓക്കെ, സോ ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് ഈസ് പോസിറ്റീവ് ഈവൻ ഇൻഡിജർ ആയിരിക്കണം, പോസിറ്റീവ് ഈവൻ ഇൻഡിജർ ആയിരിക്കണം. ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. സോ ഏറ്റവും ചെറിയ ഈവൻ പോസിറ്റീവ് ഈവൻ ഇൻഡിജർ ഏതാണ്? 2, then 4, പിന്നെ 6, 8, 10 വരെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് എഴുതിയിട്ടുണ്ട്. സോ 10 വരെ വരാം. സോ ഇനി രണ്ടും എയും ബിയും കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കാണാം എയിലുള്ള അതേ എലമെന്റ്സ് തന്നെയാണ് ബിയിലും ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് A is equal to B. Okay, now go to the next two sets. A is equal to X such that X is a multiple of 10. B is equal to
the set in roster form 10, 15, 20, 25, 30, etc. രണ്ട് സെറ്റിൽ ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിലാണ്. So let's write that set in roster form. So A is equal to X is a multiple of 10. 10ന്റെ multiple 10, 20, 30 അങ്ങനെയാണ് പോകുന്നത്. So നിങ്ങൾക്ക് കാണാം 15 ബിയിലുണ്ട്, പക്ഷെ 15 എയിലില്ല. So we can write A is not equal to B because A and B do not have exactly the same elements. Exercise 1.2 question number 5. Are the following pair of sets equal? Give reasons. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. A is equal to 2, 3. B is equal to X such that X is a solution of X square plus 5X plus 6 equal to 0. അപ്പോൾ രണ്ട് സെറ്റിൽ ഒരു സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. എന്നിട്ട് ചെക്ക് ചെയ്യാം രണ്ട് സെറ്റിലും ഒരേ എലമെന്റ്സ് ആണോ ഉള്ളതെന്ന്. സോ എ ഓൾറെഡി റോസ്റ്റർ ഫോമിലാണ്, ബിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ ഹിയർ വി ഹാവ് ദ പ്രോപ്പർട്ടി എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഏതൊക്കെയാണ് വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ വാല്യൂസ് ആണ്, എക്സിന്റെ വാല്യൂസ് ആണ് ബിന്റെ എലമെന്റ്സ് ആയിട്ട് വരിക. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ ക്വാഡ്രാറ്റിക് ഫോമുല യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഫാക്ടറൈസേഷൻ, നേരത്തെ പറഞ്ഞ മെത്തേഡ്, സമ്മ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 5, പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ടേം 6. അപ്പൊ പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങും. ഏതൊക്കെ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് 6 വരിക? 2ഉം 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. അപ്പൊ 2ഉം 3ഉം എടുത്തു. ഇത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പറാണ്. അപ്പൊ രണ്ടിനും ഒരേ ചിഹ്നമായിരിക്കും. ഒന്നുകിൽ 2 പോസിറ്റീവ് അല്ലെങ്കിൽ 2 നെഗറ്റീവ്. 2 പോസിറ്റീവായിട്ട് എടുത്താൽ ഇത് സമ്മ് 5 കിട്ടുന്നുണ്ടോ നോക്കുക. യെസ്, 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണ്. 2 × 3 6 ആണ്. സോ we have got two numbers 2 and 3. തന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ +2 ആണെങ്കിൽ x +2, ഇവിടെ +3 ആണെങ്കിൽ x +3 is equal to 0 എന്ന് എഴുതാം. അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്ത് വരും? ഈ x +2 ആണെങ്കിൽ x +2 is equal to 0 എഴുതുമ്പോൾ x -2 വരും. x +3 0 വരുമ്പോൾ x എന്ത് വരും? -3 വരും. സോ ബിയിൽ വരുന്ന എലമെന്റ്സ് -2ഉം -3യുമാണ്. ഇനി എയും ബിയും നോക്കാം. എയിലും ബിയിലും ഒരേ എലമെന്റ്സ് ആണോ ഉള്ളത്? അല്ല. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് 2ഉം 3യും, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് -2, -3 ആണുള്ളത്. സോ A and B do not have exactly the same element. So we can write A is not equal to B. But reason എഴുതിക്കോളാം. A and B do not have exactly the same elements. Next two sets. ഇവിടെ രണ്ട് സെറ്റും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് is A is equal to X such that X is a letter in the word follow. B is equal to Y such that Y is a letter in the word wolf. സോ എയിനെയും ബിയിനെയും നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. എയിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഫോളോ എന്ന വേർഡിലെ ലെറ്റേഴ്സ്, സോ എഫ്, ഒ, എൽ ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ് ഇനി എഴുതണ്ട. ഒയും എഴുതി കഴിഞ്ഞ് ഇനി എഴുതണ്ട. ലാസ്റ്റ് W. ഓക്കെ. ഇനി ബിയിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് വൂൾഫ്, W, O, L, F. ഇനി നോക്കുക, രണ്ട് സെറ്റിലും ഒരേ എലമെന്റ്സ്. ഓർഡർ നിങ്ങൾ നോക്കണ്ട, സെറ്റിലെ എലമെന്റ്സ് ഏത് ഓർഡറിലും എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഒരേ എലമെന്റ്സ് ആണോ നോക്കൂ. എഫ് രണ്ടിലുണ്ട്, ഒയും രണ്ടിലുണ്ട്, എല്ലും രണ്ടിലുണ്ട്, ഡബ്ല്യുവും രണ്ടിലുണ്ട്. സോ ഈ രണ്ട് സെറ്റിലും ഒരേ എലമെന്റ്സ് ആണുള്ളത്. എ ആൻഡ് ബി ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ്. Therefore A is equal to B. Exercise 1.2 question number 6. From the sets given below, select equal sets. A 2, 4, 8, 12. B 1, 2, 3, 4. C 4, 8, 12, 14. D 3, 1, 4, 2. E -1, 1. F 0, A. G 1, -1. H 0, 1. സോ ഇവിടെ നമുക്ക് ടോട്ടൽ 8 സെറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള സെറ്റ് എന്ന് നോക്കണം. സോ 2 സെറ്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ്. സോ എയിൽ എലമെന്റ്സ് നോക്കാം. 2, 4, 8, 12. 2, 4ഉം 8ഉം 12ഉം അതേ എലമെന്റ്സ് ഉള്ള വേറെ സെറ്റ് ഉണ്ടോ? ഇല്ല. സോ എക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഇതിലില്ല. ബി എടുത്താലോ 1, 2, 3, 4.
1ഉം 2ഉം 3ഉം 4ഉം മാത്രം എലമെന്റ്സ് ആയിട്ട് വേറെ സെറ്റ് ഉണ്ടോ? യെസ്, നിങ്ങൾക്കിവിടെ ഡിയിൽ കാണാം. ഇതിനകത്തും 1ഉം 2ഉം 3ഉം 4ഉം തന്നെയാണ്. സോ ബിയും ഡിയും ഈക്വൽ ആണ്. സോ നമുക്ക് എഴുതാം ബി ആൻഡ് ഡി ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്. സോ ബി ഇസ് ഈക്വൽ ടു ഡി. ഇനി നെക്സ്റ്റ് സി നോക്കാം. 4, 8, 12, 14 ഇതേ എലമെന്റ്സ് ഉള്ള വേറൊരു സെറ്റ് ഇല്ല, അപ്പൊ എഴുതണ്ട. അപ്പൊ സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഇതിനകത്തില്ല. നെക്സ്റ്റ് ഇ നോക്കാം. -1, 1 അതേപോലെ തന്നെ ജിയിലും നമുക്ക് അതേ എലമെന്റ്സ് ആണ്. 1ഉം -1 രണ്ടിലും ഒരേ എലമെന്റ്സ് ആണുള്ളത്. സോ ഇ ഇസ് ഈക്വൽ ടു ജി. ഇയും ജിയും ഈക്വൽ സെറ്റുകളാണ്. നെക്സ്റ്റ് ഇവിടെ 0A, ഇവിടെ 0, 1. സോ അത് രണ്ടും ഈക്വൽ അല്ല. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന 8 സെറ്റുകളിൽ ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ ബിയും ഡിയും ഇയും ജിയുമാണ്. എക്സാമ്പിൾ 7, പേജ് നമ്പർ 8. Find the pairs of equal sets if any. Give reasons. So here we are given 5 sets. The first set A is equal to singleton set 0. B is equal to x such that x is greater than 15 and x is less than 5. C x such that x minus 5 is equal to 0. D is equal to x such that x square is equal to 25. E is equal to x such that x is an integral positive root of the equation x square minus 2x minus 15 is equal to 0. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന 5 സെറ്റുകളെയും ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ ഫസ്റ്റ് സെറ്റ് എ ഈസ് ഓൾറെഡി ഇൻ റോസ്റ്റർ ഫോം. ഒരു എലമെന്റേ ഉള്ളൂ, 0. സെക്കൻഡ് സെറ്റ് ബി ആണ്. സോ ബി തന്നിരിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 5. 15നേക്കാളും വലിയ നമ്പർ. ഇതിൽ എക്സ് നാച്ചുറൽ നമ്പർ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ എക്സ് 15നേക്കാളും വലുതായിരിക്കണം, 5നേക്കാളും ചെറുതായിരിക്കണം. അങ്ങനെ ഒരു നമ്പർ എന്തായാലും ഇല്ല. സോ നമുക്ക് ബി ഈസ് എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ, അടുത്തത് സി. x such that x minus 5 is equal to 0. x minus 5 is equal to 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. സോ ഒരേ ഒരു എലമെന്റ് വരുള്ളൂ, 5. ഇനി ഡി, അത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അതിന് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാം. x such that x square is equal to 25. x square 25 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാവാം? 5ഉം വരാം, -5ഉം വരാം. അത് പ്രത്യേകം നോക്കണം, കാരണം ഇവിടെ എക്സ് നാച്ചുറൽ നമ്പർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അതിൽ എത്ര സാധ്യതകളുണ്ടോ അത് രണ്ടും എഴുതണം. ഓക്കെ, ഇനി ഇ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട്. ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്. ഇന്റിജർ ആയിരിക്കണം, പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കണം. ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? സമ്മ് -2ഉം പ്രൊഡക്റ്റ് -15. അപ്പൊ ഇവിടെ നെഗറ്റീവ് എടുക്കാതെ 15ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ നോക്കാം. നമുക്കറിയാം 3ഉം 5ഉം. ഓക്കെ, അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരുമ്പോൾ ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സമ്മ് നോക്കാം. സമ്മ് -2 ആണ്. അപ്പൊ സമ്മിലുള്ള സൈൻ നെഗറ്റീവ് ആകുമ്പോൾ വലിയ നമ്പർ നെഗറ്റീവ് വരും. പിന്നെ നോക്കാം, 3 × -5 -15 വരും. 3 + -5 -2 വരും. അപ്പൊ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ്? 3ഉം -5ഉം ആണ്. സോ അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താ വരിക? ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ x + 3 × x - 5 is equal to 0. അപ്പൊ എക്സിന്റെ വാല്യൂ വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. 3 വന്നാൽ -3, -5 വന്നാൽ 5. സോ ഇതാണ് ഈ സെറ്റ്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കണം. അപ്പൊ -3 വരില്ല. ഓക്കെ, അപ്പൊ ഈ എന്തേ വരുള്ളൂ? ഇതിനകത്ത് 5 മാത്രമേ വരുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം. എക്സ് ഈസ് ആൻ ഇന്റിഗ്രൽ പോസിറ്റീവ് റൂട്ട്. അപ്പൊ എക്സിന് നെഗറ്റീവ് നമ്പർ വരില്ല, പോസിറ്റീവ് നമ്പർ മാത്രമേ വരുള്ളൂ. ഇനി നോക്കുക, ഇവിടെ ഈ 5 സെറ്റുകളിൽ ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കിട്ടും ഏതൊക്കെയാണ്. സിയും ഇയും ആണ് ഈക്വൽ സെറ്റ്സ്. സോ നമുക്ക് എഴുതാം സി ഇസ് ഈക്വൽ ടു ഇ. മറ്റു റീസൺസ് ഒക്കെ നമുക്ക് എഴുതാം. സോ ഫസ്റ്റ് സെറ്റ് നോക്കാം. ഫസ്റ്റ് സെറ്റിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ 0 ഉണ്ട്. 0 belongs to A and 0 does not belong to any of the sets B, C, D and E. Okay, so it follows that A is not equal to B, A is not equal to C, A is not equal to D and A is not equal to E. അങ്ങനെ എക്സാമിന് അഥവാ ക്വസ്റ്റ്യൻ മാർക്കിനനുസരിച്ച് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതും. അടുത്ത നോക്കാം, B is empty set but none of the other sets are empty. വേറൊരു സെറ്റും എംപ്റ്റി അല്ല. സോ ബി ഇസ് നോട്ട് ഈക്വൽ ടു എ, അത് ഓൾറെഡി എ ഇസ് നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതിയിട്ടുണ്ട്. സോ അവിടേക്ക് നോക്കണ്ട, താഴേക്ക് നോക്കി ബി ഇസ് നോട്ട് ഈക്വൽ ടു സി, ബി ഇസ് നോട്ട് ഈക്വൽ ടു ഡി, ബി ഇസ് നോട്ട് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞിട്ട് എഴുതാം.
ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടും ഈക്വൽ ആയിട്ടുള്ള സെറ്റ്സുകൾ ഏതൊക്കെയാണ്, സിയും ഇയും. Example 8, page number 8. Which of the following pairs of sets are equal? Justify your answer. First പെയറിൽ നമുക്കുള്ള സെറ്റുകളാണ് എക്സ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ അലോയ്, ബി സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലോയൽ. സോ ഫസ്റ്റ് ലെറ്റേഴ്സ് റൈറ്റ് ദീസ് ടു സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. എക്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ അലോയ് ഏതൊക്കെയാണ് വരിക, എ എൽ ഒ വൈ. ഓക്കെ, സെറ്റ് ബിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലോയൽ എൽ ഒ വൈ എ. എൽ ഒന്നുകൂടെ എഴുതേണ്ട, ഓൾറെഡി എഴുതിയതാണ്. So you can see that here these two sets X and B have exactly the same elements. ആണല്ലോ. സോ നമുക്ക് പറയാം ഈ രണ്ട് സെറ്റുകളും ഈക്വൽ ആണെന്ന്. ഓക്കെ, സോ വി റൈറ്റ് X is equal to B. So നിങ്ങൾക്ക് റീസൺ എഴുതാം, X and B are equal sets as repetition of elements in a set do not change a set. ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ലെറ്റേഴ്സ് എഴുതിയാലും ആ ഒരു സെറ്റിനെ ചേഞ്ച് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം നമുക്ക് ഒരേ എലമെന്റ്സ് എഴുതുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ബി. നെക്സ്റ്റ് പെയർ ഓഫ് സെറ്റ്സ്, എ ഇസ് ഈക്വൽ ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെറ്റ് ആൻഡ് എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ബി ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. സോ എയും ബിയും ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് റൈറ്റ് ദീസ് ടു സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അതാണ് ഈസി. ഓക്കെ, സോ എയിനെ എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാം കാണാം. എയിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഒരു നമ്പറിന്റെ, അതായത് എയിലെ എലമെന്റ്സ് എല്ലാം എന്നിന്റെ രൂപത്തിലാണ്, അതിന്റെ സ്ക്വയർ 4നേക്കാളും കുറവായിരിക്കണം. അപ്പൊ 4നേക്കാളും കുറവായിട്ടുള്ള സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാ വരിക, 0 വരും, 1 വരും, 4 വരും, 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 0ഉം 1ഉം 4ഉം സ്ക്വയർ ആയിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സിനാണ്, 0 0ന്റെ സ്ക്വയർ ആണ്, 1 1ന്റെ സ്ക്വയർ ആണ്, 4 പ്ലസ് 2ന്റെയും മൈനസ് 2ന്റെയും സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ 1 പ്ലസ് 1ന്റെയും മൈനസ് 1ന്റെയും സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എന്നിനെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നത്, 0 വരും, 1 വരും, മൈനസ് 1 വരും, 2 വരും, മൈനസ് 2 വരും. ഓക്കെ, ഇനി ബിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാം. ബിയില് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് ആണ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ നമ്മൾ സമ്മ് -3 എഴുതും, പ്രൊഡക്റ്റ് 2 ക്വാഡ്രാറ്റിക് ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്ന എളുപ്പ വഴി. ഓക്കെ, പക്ഷെ ഇത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല, എല്ലായ്പ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. സോ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കിലേക്ക് പോയാൽ മതി. 2ന്റെ ഫാക്ടേഴ്സ് വരുന്ന ഏതൊക്കെയാണ്, 1ഉം 2. ഓക്കെ, അപ്പോൾ 1 into 2 2 ആണ്. എന്നാൽ 1 plus 2 -3 അല്ല. അപ്പം പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആകാം, രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആകാം. രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ സമ്മ് ശരിയാവുന്നില്ല. സോ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആക്കിയാലോ, -1 into -2 2 ആണ്, -1 plus -2 -3 ആണ്. സോ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി. സോ അതിന്റെ സൊല്യൂഷൻ വരുമ്പോൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ -1 വന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ 1 വരും, -2 വന്നാൽ ഓപ്പോസിറ്റ് സൈൻ 2 വരും. ഈ രണ്ട് എലമെന്റ്സ് മാത്രമാണ് ബി സെറ്റിലുള്ളത്. നിങ്ങൾക്ക് കാണാം എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ 0 എന്ന എലമെന്റും -1 എന്ന എലമെന്റും -2 എന്ന എലമെന്റും ബിനകത്തില്ല. സോ ഈ രണ്ട് സെറ്റിനും ഒരേ എലമെന്റ്സ് ആണ് അല്ല ഉള്ളത്. സോ വി റൈറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. Miscellaneous example 28, page number 24. Show that the set of letters needed to spell cataract and the set of letters needed to spell tract are equal. So നമുക്ക് ഇവിടെ രണ്ട് സെറ്റ് പേര് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സെറ്റിന് ലെറ്റ് എ, ആദ്യത്തെ സെറ്റിന് നമുക്ക് പേര് കൊടുക്കാം സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ cataract. ഓക്കെ, രണ്ടാമത്തെ സെറ്റിന് ബി എന്ന് പേര് കൊടുക്കാം സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ട്രാക്ട്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയത്, അതിന് രണ്ടിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദിസ് വേർഡ്. സോ റിപ്പീറ്റ് ചെയ്യാതെ എഴുതാം, C A T
എ ഓൾറെഡി എഴുതി, ആർ എ എഴുതിയതാണ്, സി എഴുതിയതാണ്, ടി എഴുതിയതാണ്. സോ ഈ 4 എലമെന്റ്സ് മാത്രമാണ് എ സെറ്റിൽ വരിക. ബി സെറ്റ് ടി ആർ എ സി, ടി ഓൾറെഡി എഴുതിയതാണ്. സോ രണ്ടിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരേ എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ എവറി എലമെന്റ് ഇൻ എ ഈസ് ഇൻ ബി ആൻഡ് എവറി എലമെന്റ് ഇൻ ബി ഈസ് ഇൻ എ. So we can write A is equal to B. Equal sets എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് equivalent sets. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് equivalent sets എന്താണെന്ന്. Okay, equivalent sets are those which have the same number of elements. രണ്ട് സെറ്റിലെ നമ്പേഴ്സ്, എലമെന്റ്സിന്റെ എണ്ണം തുല്യമാണെങ്കിൽ ആ സെറ്റുകളെയാണ് നമ്മൾ ഈക്വിവാലന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ, സപ്പോസ് എ ഹാസ് ദ എലമെന്റ്സ് എ ബി സി ഡി ആൻഡ് ബി ഹാസ് ദ എലമെന്റ്സ് 1 2 3 4. സോ ഈ രണ്ട് സെറ്റുകളും ഈക്വൽ സെറ്റുകളല്ല, ബിക്കോസ് രണ്ടിലും ഒരേ എലമെന്റ്സ് അല്ല ഉള്ളത്. പക്ഷേ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. എത്രയുണ്ട്? 4. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിട്ട് എഴുതാറുണ്ട്, കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊന്നും ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് ആണ്. കാർഡിനാലിറ്റി ഓഫ് എ എത്രയുണ്ട്? 4 എന്നാണ് എഴുതുക. ഇവിടെ നോക്കുക, വാട്ട് ഇസ് കാർഡിനാലിറ്റി ഓഫ് ബി ഓർ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എത്രയാണ്? 4 ആണ്. രണ്ടിലും ഒരേ നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. സോ വി സേ എ ആൻഡ് ബി ആർ ഈക്വിവാലന്റ് സെറ്റ്സ്. ഇത് രണ്ടും ഈക്വിവാലന്റ് സെറ്റ്സ് ആണ്. നമുക്കിവിടെ വേറൊരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. എല്ലാ ഈക്വൽ സെറ്റ്സും ഈക്വിവാലന്റ് ആണ്. ഈക്വൽ സെറ്റ്സ് ഇംപ്ലൈസ് ഈക്വിവാലന്റ്. കാരണം ഈക്വൽ സെറ്റ്സിൽ ഒരേ എലമെന്റ്സ് തന്നെ ആയിരിക്കും. സോ രണ്ട് സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഈക്വൽ സെറ്റ്സ് ആർ ഈക്വിവാലന്റ് സെറ്റ്സ്. പക്ഷേ ഈക്വിവാലന്റ് സെറ്റ്സ് ഈക്വൽ സെറ്റ്സ് ആവുമോ? ഇല്ല. ഇതാണ് എക്സാമ്പിൾ. ഈക്വിവാലന്റ് സെറ്റുകൾ ഈക്വൽ സെറ്റ്സ് ആവില്ല.